പാർട്ടിക്കാരുടെ അടുത്തായാലും എല്ലായിടത്തും സഹായത്തിന് പോകുമ്പോൾ ചോദിക്കുന്നു, ഞാൻ ഈ നാട്ടുകാരിയല്ല, പള്ളി കമ്മിറ്റി വേറെയല്ലേ, ജമാഅത്ത് വേറെയല്ലേ, ഞാൻ ഈ വാർഡുകാരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈ മലർത്തുക. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് പൈസ ആക്കിയിട്ട് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇരുന്നതാ. അപ്പോഴാണ് ഇവർ തകർത്ത്. റീഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്ക് 25,000 രൂപ ഉണ്ടെങ്കിൽ കട വീണ്ടും തുടങ്ങായിരുന്നു. പക്ഷെ ഇനി ഞാനിത് എന്തോ ചെയ്യും സാറ്? ഒന്നും ഞാൻ തുടങ്ങണ്ടേ? എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ആരുമില്ല സഹായിക്കാൻ. മണ്ണിക്ക് എനിക്ക് എന്നെ നഷ്ടപരിഹാരം കിട്ടണം, അല്ലെങ്കിൽ കട അവിടെ റെഡിയാക്കി തരണം. ഇവിടെ കട ഇട്ടത് മുതൽ ശല്യം അവരെ കൊണ്ട്. കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് വാളക്കോട് ജംഗ്ഷന് സമീപം മത്സ്യവ്യാപാരം നടത്തുന്ന താൽക്കാലിക കട സമീപവാസി നശിപ്പിച്ചതായി പരാതി. പുനലൂർ വാളക്കോട് പറങ്കിമാമ്പിള വീട്ടിൽ എം ഫാസിലയാണ് സംഭവവുമായി ബന്ധപ്പെട്ട പുനലൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നിരവധി നാളുകളായി സമീപവാസിയായ വീട്ടുകാർ തറവാടക ഇനത്തിൽ 50,000 രൂപയും പ്രതിമാസം 15,000 രൂപയും കൊടുക്കണമെന്നാവശ്യപ്പെട്ട ഫാസിലയെ നിരന്തരം ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ക്യാൻസർ രോഗിയായ ഫാസില മത്സ്യവ്യാപാരം നടത്തി ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം പോറ്റിയിരുന്നത്. പണം നൽകാത്തതിനെ തുടർന്ന് മെയ് 17-ാം തീയതി രാത്രി സമീപവാസികൾ ചേർന്ന കട തല്ലി തകർക്കുകയായിരുന്നുവെന്ന് ഫാസിലയുടെ പരാതിയിൽ പറയുന്നു. സാറേ, കഴിഞ്ഞ 1 വർഷമാവുന്ന ഇവിടെ ഞാൻ കടയിട്ടിട്ട് ഇല്ലാത്ത ലോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ കട എടുത്തിട്ടത്. ഈ കുടുംബശ്രീന്ന് അല്ലാതൊക്കെ ലോണൊക്കെ എടുത്തിട്ട് ഇപ്പൊ ഈ ലോൺ എടുത്തിട്ട് 3 ലക്ഷം രൂപ കടത്തില്ല. എനിക്കാണെങ്കിൽ ക്യാൻസറിന്റെ അസുഖമുള്ളതാ. ഓൾറെഡി 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പൊ നട്ടലിന് ചെറിയ മുഴയുണ്ട്. അതിനിപ്പോ തിരുവനന്തപുരത്തെ ചികിത്സ. അതിന് ഡോക്ടർ ഇവിടെ പ്രൈവറ്റില് 4-5 ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് അതിന്റെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ട് ഓപ്പറേഷത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരാൾ പോലും ഞങ്ങളെ സഹായിക്കാനില്ല. കുടുംബക്കാർ ആരും ഇല്ല. ഈ കിട്ടുന്ന ഇപ്പൊ ഇവർ ഞങ്ങൾ കട ഇട്ടത് മുതൽ ഞങ്ങളടുത്ത് പ്രശ്നത്തിന് വരുവാ. ഈ അമ്മിണി അവരുടെ മകൻ അലൻ എന്നും പറഞ്ഞിട്ട് അവർക്ക് ഞങ്ങൾ ദിവസക്കൂലി 500 രൂപയും അല്ലാണ്ട് തറവാടക അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ മുനിസിപ്പാലിറ്റി പോയി പറഞ്ഞിട്ട് ഇവർക്ക് വാണിംഗ് കൊടുത്തതാ. പാർട്ടിക്കാരും മുനിസിപ്പാലിറ്റിക്ക് ഇടപെട്ടിട്ട്. കാരണം ഇത് നാഷണൽ ഹൈവേയുടെ സ്ഥലമാണ്. അതിന് ഇവർക്ക് ഒരു അവകാശവും ഇല്ല. അന്ന് ഞാൻ പോലീസ് കേസ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ കാല് പിടിച്ച് പറഞ്ഞിട്ട് ഞാൻ വിട്ടതാ. പിന്നെ അതിനുശേഷം ഇവിടെ അയ്യപ്പ സീസണിന്റെ കട തുടങ്ങി. സീസൺ തുടങ്ങിയ സമയത്ത് നല്ല രീതിയിൽ കച്ചവടം പോയിക്കൊണ്ടിരുന്നതാ. 50,000 രൂപ തറവാടകയും ഡെയിലി 1,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങളെ കടയിൽ കയറിയിട്ട് കട തല്ലി തകർത്താൻ നോക്കി. ഗ്ലാസ് എറിയുമ്പോൾ എന്റെ അനിയത്തിയുടെ കണ്ണിൽ കൊള്ളുകയും ചെയ്തതാ. ഈ സീസൺ സമയത്തായിരുന്നു. നമ്മളെ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോ 4-5 മാസമായില്ലേ, ആ സമയത്തായിരുന്നു ഇത്. ഇന്നലെ രാത്രി പൊളിച്ചത്. ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നല്ലോ, ഇനി ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. വന്നവരാണ് ഞങ്ങൾ അറിയാവുന്ന ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കട തല്ലി തകർത്തിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോ എല്ലാം തകർത്ത് റോഡിൽ എറിയുന്നത് എൻ്റെ ഇക്ക കണ്ട്. ചോദ്യം ചെയ്യാൻ പോകുന്ന എൻ്റെ ഇക്കായെ പിടിച്ച് തള്ളാൻ നോക്കും, ചീത്ത വിളിക്കുകയും ചെയ്തു ഇവര്. ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പോലീസ് കേസ് കൊടുക്കുക, എന്താ വേണ്ടി ചെയ്തോ. ഞാൻ ഇന്ന് രാവിലെ പോയി സാറിനൊക്കെ കണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കട അടിച്ചിടാൻ വേണ്ടി 3 ലക്ഷം രൂപ എനിക്ക് ചെലവായത് സാറേ. ഇപ്പൊ അതിന്റെ എല്ലാരും ഞാൻ എന്റെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് എല്ലാവരും മുന്നിൽ കൈ നീട്ടി. ഒരു നേരത്തെ മരുന്നിനായിക്കോട്ടെ വാടകയൊക്കെ താമസിക്കും. വാടക കൊടുക്കാൻ പോയി നിവർത്തി. സംഭവവുമായി ബന്ധപ്പെട്ട കടയിലെത്തിയ ഫാസിലിയെയും ഭർത്താവിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു അത്രേ. ഇതേ തുടർന്നാണ് ഫാസില പുനലൂർ പോലീസിൽ പരാതിയും നൽകിയിരിക്കുന്നത്. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും താൽക്കാലിക മത്സ്യവിപണന കേന്ദ്രത്തിനെതിരെ യാതൊരു പ്രവൃത്തികളും തങ്ങൾ ചെയ്തില്ലെന്നും അമ്മിണിയും കുടുംബവും പറയുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.